നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ SDPIയും സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി ലത്തീഫ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ആരാണ് സ്ഥാനാർത്ഥി? എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സ്ഥാനാർത്ഥിയെ നിർത്താൻ SDPI തീരുമാനിച്ചത്? നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളുടെയും പ്രവർത്തനങ്ങളെ കൃത്യമായി വിലയിരുത്താൻ പറ്റിയ ഒരു സമയമാണ്. 4 വർഷമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതു മുന്നണിയെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരുന്ന് ആ മുന്നണിയെക്കെതിരെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ പ്രവർത്തനങ്ങളുടെ പോരായ്മയെ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട പ്രതിപക്ഷത്തിയുടെയും പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ പറ്റിയ നല്ലൊരു അവസരമായിട്ടാണ് SDPI കാണുന്നത്. കാരണം ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ പൊതുതെരഞ്ഞെടുപ്പിനുള്ളൂ. ഇത്തരമൊരു ഘട്ടത്തിൽ അത് ജനങ്ങളുമായി സംവദിക്കാനും അവരുമായി ഈ വിഷയത്തെ ചർച്ചയ്ക്ക് വെക്കാനും പറ്റിയ ഒരു സന്ദർഭം എന്ന രീതിയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ നിലക്കാണ് ഈ മത്സരത്തിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്ന് പറയാം. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി SDPIയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. പാർട്ടിയുടെ തുടക്കം മുതൽ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്നു. വളരെ പ്രഗത്ഭനായ അഭിഭാഷകനാണ്. മലപ്പുറത്തെ ഏറ്റവും മുതിർന്ന അഭിഭാഷകരിൽ ഒരാളാണ്. മലപ്പുറം ബാർ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. ഓൾ ഇന്ത്യ ലോയേഴ്സ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമാണ്. നാഷണൽ കൗൺസിൽ മെമ്പറാണ്. നിരവധി മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് കോടതി മുമ്പാകെ കൊണ്ടുവരാനൊക്കെ പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. കവളപ്പാറ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ SDPI നടത്തിയ വളരെ അഭിമാനകരമായ ആ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ, ആശ്വാസ പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുകയും അതിനെ ജില്ലയിൽ തന്നെ കോർഡിനേറ്റും ചെയ്തത് അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടിയായിരുന്നു. ഈ 2021 തെരഞ്ഞെടുപ്പിൽ SDPI മത്സരിച്ചിരുന്നല്ലോ, ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അന്ന് എത്ര വോട്ട് നേടിയിരുന്നു? അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ എത്രത്തോളം വോട്ടുണ്ട് എന്നുള്ളതാണ് SDPIയുടെ വിലയിരുത്തൽ. നിലമ്പൂരിൽ SDPIയെ സംബന്ധിച്ചിടത്തോളം നല്ല വോട്ടുണ്ട്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ നമുക്ക് 4000-ഓളം വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് അന്നത്തെ ഒരു പശ്ചാത്തലം മാറി SDPI ഒരുപാട് വളർന്നു. ഒരുപാട് സമരങ്ങളിൽ ഇടപെട്ടു. നിലമ്പൂരിൻ്റെ മാത്രമല്ല, ജില്ലയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ പൊതുശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന്, ജില്ലയുടെ വിദ്യാഭ്യാസ വിഷയങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതിലൊക്കെ അപ്പുറം മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ വയനാട് ജില്ലയിലൊക്കെ നടന്ന ദുരന്തങ്ങളുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അതിൻ്റെ നിവാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സജീവമായ പാർട്ടി SDPI ആണ്. ആ നിലക്ക് ജനങ്ങൾ അംഗീകാരം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആളുകൾക്ക് SDPIയിൽ വലിയ വിശ്വാസമുണ്ട്. നിലപാടെടുത്താൽ ഉറച്ചു നിൽക്കുന്നുള്ള ഒരു കൃത്യമായ വിശ്വാസം ആളുകൾക്കുണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഗതിയിൽ ചില തെരഞ്ഞെടുപ്പുകളിൽ തന്നെ SDPI സ്ഥാനാർത്ഥി ഉണ്ടാകാറില്ല. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രധാനപ്പെട്ട മുന്നണികൾ ഏതെങ്കിലും നിങ്ങളെ സമീപിച്ച് ചർച്ച നടത്തിയിരുന്നോ? പിന്തുണ വേണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട്? ഇല്ല, ഒരു മുന്നണിയും ഞങ്ങളുമായി സംസാരിച്ചിട്ടില്ല. ഒരു മുന്നണിയുമായി ഞങ്ങൾ ഒരു ആലോചനക്കോ അല്ലെങ്കിൽ ഒരു കൂടിയാലോചനക്കോ അല്ലെങ്കിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു നല്ല മണ്ഡലമാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ല കേഡർമാരും ഏറ്റവും നല്ല പ്രവർത്തകന്മാരും ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുമുള്ള 2 അസംബ്ലി മണ്ഡലങ്ങൾ, ഒന്ന് വേങ്ങരയും ഒന്ന് നിലമ്പൂരുമാണ്. ആ അർത്ഥത്തിൽ നമുക്ക് വേങ്ങരയിൽ നിലമ്പൂർ നല്ല പ്രതീക്ഷയുണ്ട്. നല്ല പ്രകടനം കാഴ്ചവെക്കാനുള്ള തീരുമാനത്തിലാണ് പാർട്ടി. അവിടെ 80% ബൂത്തുകളിൽ പാർട്ടിക്ക് ഘടകങ്ങളുണ്ട്, സംവിധാനമുണ്ട്, പ്രവർത്തകന്മാരുണ്ട്, ഒക്കെ ഉണ്ട്. എന്തായാലും SDPI കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. സജീവ പ്രവർത്തനങ്ങളുമായി മുന്നണികൾക്കൊപ്പം ഇനി SDPIയുടെ സ്ഥാനാർത്ഥിയും നിലമ്പൂരിൽ ഉണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അറുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.